സുഹൃത്തുക്കളെ, മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിൽ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ആരുടെ ഭാഗത്താണ് ശരി, ആരാണ് തെറ്റ് ചെയ്തത് എന്നതടക്കമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ വിഷയത്തെ ഒന്ന് വിലയിരുത്താം എന്ന് കരുതുകയാണ്. ഏകപക്ഷീയമായി മനാഫിന് അനുകൂലമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയൊരു വിഭാഗവും എന്ന കമൻറ്റുകളും അതിൽ വന്ന പ്രതികരണങ്ങളും ഏതാണ്ട് 90% യൂട്യൂബ് വീഡിയോസും എല്ലാം മനാഫ് പിന്തുണ ഐക്യദാർഢ്യ സംഗമമായി മാറുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമാണോ ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ സിമ്പിളായി അർജുൻ്റെ കുടുംബത്തെ, അർജുൻ്റെ അളിയനെ ചാരിക്കൊണ്ടാണ് ഈ ആക്രമണം മുഴുവൻ. അർജുൻ്റെ അളിയൻ ജിതിൻ രാഖി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അയാളൊരു സംഖ്യയാണ് എന്നുള്ളതാണ് ഈ മനാഫ് അനുകൂല പിന്തുണയുടെ വൈകാരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USP എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ അർജുൻ്റെ അളിയൻ മാത്രമല്ലല്ലോ ഇതിൽ പ്രതികരിച്ച്, അർജുൻ്റെ അളിയൻ പറഞ്ഞാൽ മാത്രം കാണുന്ന ഒന്നല്ലല്ലോ. അർജുൻ്റെ കുടുംബം, അർജുൻ്റെ ഭാര്യ, അർജുൻ്റെ സഹോദരൻ, ഇവരെല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ആ കുടുംബം ഒന്നടങ്കം ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജിതിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ജിതിനാണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത് എന്നുള്ള ഉദ്ദേശം മാത്രവുമല്ല. അങ്ങനെ ടാർഗറ്റ് ചെയ്താൽ ഇപ്പുറത്തുള്ളവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി നടക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മനാഫിന് പിന്തുണ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തെ എതിർപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ രണ്ട് തരം രാഷ്ട്രീയം ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, സംഘിവിരുദ്ധ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട്, മതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നു. ഒന്ന്, ഇപ്പുറത്ത് രണ്ട് വിഭാഗങ്ങളുടെ മതം രണ്ടായി മാറുന്നു എന്നുള്ളത്, അതായത് മതപരമായ ചേരിതിരിവാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി എടുത്ത് പറയേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ചേരിതിരിവും ഇങ്ങനെ വളരെ പെട്ടെന്ന് മനാഫിൻ്റെ ചാനലിന് വലിയൊരു ഇതും ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ മനാഫിന് അങ്ങനെ അങ്ങ് പിന്തുണ ലഭിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ച ശേഷം ആണ് ഇത്തരം ഉണ്ടാകുന്നത് എങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് ചില പ്രഷറുകൾ, ഇങ്ങനെ പ്രഷറിന് വേണ്ടി മാധ്യമങ്ങളെ കാണും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗതികെട്ട സമൂഹത്തിൽ നിങ്ങളിൽ എത്ര പേർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകും? നോക്കൂ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളോ സഹോദരനോ ഒക്കെ ഇങ്ങനെ പുഴയ്ക്കടിയിൽ കിടക്കുന്ന സമയമാണ് എന്ന് വ്യക്തിപരമായി ചിന്തിച്ചു നോക്കുക. വ്യക്തിപരമാകുന്ന സമയത്ത്, നമ്മുടെ കുടുംബത്തിനുള്ളിലേക്ക് ഈ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ മനാഫിന് പിന്തുണ അല്ലെങ്കിൽ ജിതിനെ എതിർത്ത് സംസാരിക്കുന്നവരുടെ ഒന്നും വ്യക്തിപരമായ പ്രശ്നമല്ല ഇത്. അവരാകെ സമൂഹത്തിൽ എവിടെയൊന്നും, അവർക്കിതൊരു വൈകാരിക പ്രശ്നവുമല്ല. അവർ സമൂഹത്തിൽ ഒരു സൈഡിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉള്ള പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്നത്. നോക്കൂ, അർജുൻ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബം എന്ന് തന്നെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ മരിക്കുന്നു, അയാളെ ഇങ്ങനെ കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കുടുംബമായി തന്നെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ ലോറി ഉടമയായ ഒരാളുണ്ട് എന്ന് കരുതുക. അയാളിങ്ങനെ ഈ സംഭവശേഷം ഇങ്ങനെ നാട്ടിൽ നടന്ന് പലയിടങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നു. അവിടെ പലയിടത്തും പണവാഗ്ദാനങ്ങളുണ്ട് എന്ന് കരുതുക. അതുണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം മനാഫ് ഇന്നലെ കുടുംബത്തോട് ഈ മകൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഭാവികമായും സംശയം തോന്നേ, ഇയാൾ നടന്ന് ഇതിൽ പണപ്പിരിവാണോ നടത്തുന്നത്? കാരണം അവിടെ മനാഫിൻ്റെ ക്രെഡിബിലിറ്റി അർജുൻ്റെ കുടുംബത്തിന് മുന്നിൽ, അതായത് നിങ്ങളുടെ കുടുംബത്തിന് മുന്നിൽ ഒരു പരിധിവരെ എപ്പോഴോ തകർന്നിട്ടുണ്ടാവും. കാരണം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ആ യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങൾ പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഒരു യൂട്യൂബറായി മാറുന്ന മനാഫിനെയാണ് രണ്ടാം ഘട്ട തെരച്ചിലിൽ ഈ കുടുംബം കാണുന്നത്. സ്വാഭാവികമായും അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകാൻ സാധ്യത? അവരുടെ മനസ്സിൽ ഇയാളൊരു പബ്ലിസിറ്റിക്ക് കൃത്യമായി ശ്രമിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലേ ആ കുടുംബത്തിന് ഫീൽ ചെയ്യുക. കാരണം നോക്കൂ, മനാഫിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് എല്ലായിടത്തും വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത്. മനാഫിൻ്റെ പ്രതികരണങ്ങൾ ഏതാണ്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ശിരൂരിലെ കാര്യങ്ങൾ അറിയിക്കാൻ മനാഫിനൊരു പ്രത്യേക യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട എന്ത് കാര്യമാണുള്ളത്? കാരണം മനാഫാണ് ഏറ്റവും കൂടുതൽ, ഈ ജിതിൻ പോലും അപൂർവമായി മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടുള്ളത്. ഈ കുടുംബം സംസാരിച്ചിട്ടുള്ളത് അവരുടെ ഗതികെട്ട സമയത്ത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മനാഫിനാണ് സ്പേസ് മുഴുവൻ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈശ്വർ മൽപ്പയ്ക്കും
അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനുമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ മനാഫ് പറയുന്ന ആ വാദം അത് ആ കുടുംബത്തെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കഴിയുന്നതായിരിക്കില്ല. കാരണം അവർ വൈകാരികമായി അവരൊരു വലിയ നഷ്ടത്തിൻ്റെ പാതയിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, തുടക്കം മുതൽ മനാഫി ഈ ഒരു ദുരന്ത സ്ഥലത്ത് ഈ ഒരു ലോറി കിടക്കുന്നത് പുഴയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ നിലപാട് വ്യക്തമാക്കിയ ആളാണ് മനാഫ്. മാത്രമല്ല, ഇതിന് ശേഷവും ഫോൺ ബെല്ലടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും മനാഫ് പറയുമ്പോൾ, അങ്ങനെ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ വഴിതെറ്റിച്ച് വിട്ട ഒരാൾ എന്ന നിലയിൽ ആ കുടുംബത്തിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമല്ലേ? രണ്ട്, പിരിവ് എന്നുള്ളത് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തോട് ആലോചിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്തതെന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന അടക്കമുള്ള പല കാര്യങ്ങളിലും പല നീക്കങ്ങളും നടത്തുമ്പോൾ, പിന്നെ ഈ കുടുംബം എന്ന് പറയുന്നത് അതൊരു ഉള്ളിൽ നിൽക്കുന്ന സംവിധാനമല്ലേ? അപ്പോൾ അർജുൻ്റെ മകനെ എൻ്റെ നാലാമത്തെ എന്താ പറയുക മകനായി വളർത്തും എന്നൊക്കെ പറയുമ്പോൾ, അത് ആ കുടുംബത്തിന് വൈകാരികമായി എന്തിനാണ് ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് അതിനെ വളർത്താനുള്ള കെൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ, പുറത്തുനിന്ന് ഒരാളുടെ ഇത് സ്വീകരിക്കാൻ അവർക്ക് ഒരു തരത്തിലുള്ള താല്പര്യവും ഉണ്ടാകില്ല. മറ്റൊന്ന്, ഈ കുടുംബത്തിന് ഫലത്തിൽ ഇങ്ങനെ പിരിവുകൾ സ്വീകരിക്കുന്നതോടെ കുടുംബം എന്തോ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, മനാഫിന് ഇത്തരം താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഈ പുറത്തു നിന്നുള്ള ഫണ്ട്, അത് മുക്കത്ത് സ്കൂളിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് വേണ്ട എന്ന് തീർത്ത് പറയണം. അത് വാങ്ങിയാൽ തന്നെ കുടുംബത്തിന് കൂടെ അതങ്ങനെ ഒരു ആലോചനയുടെ കാര്യമില്ല, അത് വേണ്ട. അല്ലെങ്കിൽ കുടുംബത്തോട് വിളിച്ച് ചോദിക്കണം, ഇങ്ങനൊരു പൈസ തരാമെന്ന് പറയുന്നുണ്ട്, അത് വാങ്ങണോ എന്ന് അർജുൻ്റെ കുടുംബത്തോട് ആലോചിക്കേണ്ട ആളാണ് ഈ അർജുനെ എല്ലാ കാലത്തും പൊക്കി നടക്കുന്ന മനാഫ്. പക്ഷെ അത് മനാഫ് ചെയ്യുന്നില്ല. മനാഫ് സ്വന്തമായി ആലോചിക്കുകയാണ്, വാങ്ങിയാൽ ഇങ്ങനെ കൊടുത്തേക്കാം, അതിൻ്റെ ഭാഗമായാണല്ലോ ഈ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പിരിവ് നടക്കുന്നുണ്ട് എന്ന് കുടുംബത്തിന് സംശയിക്കാൻ കഴിയുന്ന വളരെ സ്വാഭാവികമായ സാഹചര്യമുള്ളൂ. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലൊക്കെ മനാഫ് പറയുന്നത് ബ്ലണ്ടറാണ്. 75,000 രൂപ എന്ന് പറഞ്ഞു മനാഫ് ഒരു കഥയങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, ചാനൽ ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഇൻഷുറൻസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നൊന്നും പറഞ്ഞാൽ കിട്ടൂല. ഇൻഷുറൻസ് കമ്പനികൾ നാട്ടിൽ എല്ലാ സാധ്യതകളും എങ്ങനെ പണം കൊടുക്കാതിരിക്കാമെന്ന് തപ്പി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരു ഘട്ടത്തിലും അവർ ഈ ഒരു 75,000 മനാഫിൻ്റെ വാക്കൊന്നും കേട്ട് നോക്കില്ല. അർജുൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും അർജുൻ്റെ അതിൻ്റെ രേഖകൾ ഉണ്ടാകണം. അതുണ്ട് എങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ജിതിനെതിരായ സംഖ്യ ആരോപണം അതിലേക്ക് തിരിച്ചുവിടുന്നതിൽ CPMൻ്റെ കടന്നലുകൾക്കും പല ബന്ധങ്ങളുണ്ട്, സൈബർ സഖാക്കൾക്കും റോളുണ്ട്. അങ്ങനെയാണ് ആ കുടുംബത്തെ ആകെ പ്രതിസ്ഥാനത്തിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നിങ്ങൾ മനസ്സിലാകാതെ പ്രതികരിക്കുന്ന ഒന്ന്. ഇപ്പോൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ ഇതുണ്ടാക്കി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വലിയ എന്തോ നേട്ടമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഘടിതമായ മതശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ നോക്കും, മനാഫിൻ്റെ മതം മാത്രം, മനാഫിൻ്റെ പേരാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തള്ളി മറിക്കുന്ന ചിലരുണ്ട്. എന്തുകൊണ്ട് ഈശ്വർ മൽപ്പയുടെ പേരിന് പ്രശ്നം ഇല്ല എന്ന് ചോദിക്കുന്നില്ല? അപ്പോൾ പല മതത്തിലുള്ളവരാണ് ഇവർ രണ്ടുപേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അതൊക്കെ ഫലത്തിൽ മനാഫിൻ്റെ മാത്രം പേരിലേക്ക് ചുരുക്കിക്കൊണ്ട് ആ ചുരുക്കുന്നവർക്ക് പിന്നിലാണ് മതചിന്തകളുള്ളത്. ആ മതചിന്തകളുടെ സംഘടിത നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെയുള്ള ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നന്ദി.